Hi friends, എല്ലാവർക്കും Technic Malayalam എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസമൊക്കെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് എക്സാം കാര്യങ്ങളായതിന് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ വരുന്നതായിരിക്കും. അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ 12 വോൾട്ട് കാറ്റഗറിയിലുള്ള 3 ഇൻവെർട്ടറിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് LS 1200, 1400, 1600. അത് ഫുൾ കോപ്പറാണ് ഈ 3 ഇൻവെർട്ടറും. SPS എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻവെർട്ടറാണ്. അപ്പോൾ ഈ ഇൻവെർട്ടറിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. അത് മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഇൻവെർട്ടർ ഒരു സാധാരണക്കാരൻ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് അതിൻ്റെ സർവീസ്, പിന്നെ അതിൻ്റെ ഇൻവെർട്ടർ വാങ്ങുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 3 ഇൻവെർട്ടർ വരുന്നത്. SPS എന്ന് പറയുന്ന കമ്പനിയുടെ 12 വോൾട്ട് കാറ്റഗറിയിലുള്ള 3 ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻവെർട്ടർ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻവെർട്ടറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് LS 1200C 12 വോൾട്ട് കാറ്റഗറിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇൻവെർട്ടറിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വരുന്നത് LS 1400 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കാറ്റഗറിയിലുള്ള ഇൻവെർട്ടറാണ് LS 1600C 12 വോൾട്ട്. അപ്പോൾ ഈ 3 ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. LS 1200 എന്ന് പറയുന്ന 12 വോൾട്ട് കാറ്റഗറിയിലുള്ള ഇൻവെർട്ടറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ മെയിൻസ് ഓൺ, ചാർജിങ് ഓൺ, UPS ഓൺ, ബാറ്ററി ലോ, ഓവർലോഡിങ്. ഈ 5 ഡിസ്പ്ലേ ആണ്. LED ഡിസ്പ്ലേ ആണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ LCD ഡിസ്പ്ലേയിൽ നമുക്ക് ബാറ്ററി ലോ, ബാറ്ററിയുടെ വോൾട്ടേജ്, പിന്നെ വാട്ട്സ്, അതായത് എത്ര വാട്ട്സ് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ LCD ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇൻവെർട്ടർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 24 മന്ത്, അതായത് 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ വാറണ്ടിയൊക്കെ ചെയ്യണമെന്ന് ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻവെർട്ടറായ LS 1200ൻ്റെ ഫ്രണ്ടിലത്തെ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം വരുന്നത് ഇങ്ങനെയാണ്. LS 1200C 12 വോൾട്ട് കാറ്റഗറിയുള്ള ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ബാറ്ററി ടെർമിനൽ കണക്ട് ചെയ്യേണ്ട വയർ എന്ന് പറയുന്നത്. ഇത് 10 സ്ക്വയറിൻ്റെ വയറാണ്, 10 mm വയറാണ് നമ്മുടെ ഈ 12 വോൾട്ടിൽ ഇട്ടിരിക്കുന്നത്. നമ്മുടെ LS 1400ലും LS 1600ലും 16 mm വയറാണ് ഇട്ടിരിക്കുന്നത്. കാരണം അത് ഹെവി ലോഡ് കണക്ട് ചെയ്യാനും അത്രയും ആംബിയറായി കൂടെ കടന്നു പോകാനാണ് അത്രയും mm വയർ ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് പ്രൊട്ടക്ഷൻ ഷീൽഡാണ്, ഇതിൻ്റെ ഉള്ളിലാണ് കണക്ഷൻസ് വരുന്നത്. ഇത് അയച്ചിട്ടാണ് നമ്മൾ വയർ കണക്ട് ചെയ്യാൻ. നമ്മൾ ഫേസ് ഇൻപുട്ട്, ന്യൂട്രൽ, ഫേസ് ഔട്ട്, ആ 3 കണക്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കർ, അതായത് ഇതിൻ്റെ 24 മന്ത് വാറണ്ടി ഇതിനകത്താണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കൂളിംഗ് ഫാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹീറ്റ് അബ്സോർവ് ചെയ്താലുള്ള ഫാനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ SPS എന്ന് പറയുന്ന ഇൻവെർട്ടറിൻ്റെ എല്ലാ ഇൻവെർട്ടറിലും ഇങ്ങനത്തെ ഒരു സ്വിച്ച് ഉണ്ട്. അതായത് ഈ സ്വിച്ച്, ആദ്യത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഇൻവെർട്ടർ മോഡ് ആൻഡ് UPS മോഡ്. അപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്നത് മിക്ക ഇൻവെർട്ടറിലുള്ളതാണ്. ഈ അടിയിലത്തെ സ്വിച്ച് എന്ന് പറയുന്നത് ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ചാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് ഓഫ് പൊസിഷനിൽ കിടക്കണമെങ്കിൽ ഗ്രിഡ് ചാർജിങ് ഓഫാണ്. ഇത് ഓണാക്കി ഇട്ടാലാണ് ഗ്രിഡ് ചാർജിങ് ഓൺ ആവുള്ളൂ. അതായത് ഇപ്പോൾ ഓഫിൽ ഇട്ടേക്കണമെങ്കിൽ ഇത് സോളാർ മോഡിലായിരിക്കും. ഇത് ഓണിൽ ഇടുമ്പോഴാണ് ഗ്രിഡിൽ നിന്ന് ബാറ്ററി ചാർജ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്ന് ഒരിക്കലും ബാറ്ററി ചാർജ് ആവില്ല. അപ്പോൾ SPSൻ്റെ എല്ലാ ഇൻവെർട്ടറിലും, അതായത് അവരുടെ എല്ലാ ഇൻവെർട്ടറിലും നമ്മുടെ ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിത് സോളാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ആ 2 സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത 2 ഇൻവെർട്ടർ എന്ന് പറയുന്നത് LS 1400ഉം LS 1600ൻ്റെയും മോഡലുള്ള ഇൻവെർട്ടറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട LS 1200 തന്നെ സെയിം ഡിസ്പ്ലേനാണ്, ഏകദേശം സെയിം ഡിസ്പ്ലേനാണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. മെയിൻസ് ഓൺ, ചാർജിങ് ഓൺ, UPS ഓൺ, ബാറ്ററി ലോ, ഓവർലോഡിങ്, ആ 3 ഇതും പിന്നെ ഓൺ ഓഫ് സ്വിച്ചും. ബാക്കി LCD ഡിസ്പ്ലേ ഒക്കെ സെയിം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് LS 1600ലേക്ക് പോയാലും സെയിം ഇത് തന്നെയാണ് അതിനകത്തും വന്നിരിക്കുന്നത്. നമ്മുടെ മെയിൻസ് ഓൺ, ചാർജിങ് ഓൺ, അതും തന്നെ പിന്നെ ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 കണ്ട, നമുക്ക് 24 മന്താണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. നമുക്ക് ഇതിൻ്റെ വാറണ്ടി സ്റ്റിക്കറാണ്, ഏകദേശം 24 മന്ത്, അതായത് 2 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് വശത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പറയാം, നമ്മൾ LS 1400 12 വോൾട്ടിൻ്റെ കാറ്റഗറിയുള്ള ഇൻവെർട്ടറിൻ്റെ ബാക്ക് വശം നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ സെയിം കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്, വാറണ്ടി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തും വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ വയർ എന്ന് പറയുന്നത് നേരത്തെ കണ്ടതിനൊക്കെ ഇത്തിരി കൂടിയ വയറാണ്, അതായത് 16 mm വയറാണ് നമ്മുടെ ഈ 2 ഇൻവെർട്ടറിൽ ഇട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട 1200ൽ 10 mm ഇതിനകത്ത് 16 mm വയറാണ് ഇട്ടിരിക്കുന്നത്, DC കേബിൾ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ UPS മോഡ് ആൻഡ് ഇൻവെർട്ടർ മോഡും പിന്നെ സോളാർ മോഡ്, ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച്, അത് രണ്ടും സെയിം ഇത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്.
അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ LS1600C 12 വോൾട്ട് എന്ന് പറയുന്നതും സെയിം ഇത് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമുക്ക് കാണാൻ പറ്റും എൻ്റെ വാറണ്ടി സ്റ്റിക്കർ, കൂളിംഗ് ഫാൻ, ഓൺ ഓഫ് സ്വിച്ച്, അതായത് സോളാറിൻ്റെയും UPS ആൻഡ് ഇൻവെർട്ടർ മോഡ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്തായാലും നമ്മൾ 16mm വയറാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ 2 ഇൻവെർട്ടറിലും വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ 3 ഇൻവെർട്ടറിൻ്റെ അയച്ചതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 1200C ഉൾവശമാണ് നമ്മൾ ഇനി കാട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത്, അതിൻ്റെ ബോർഡ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് എൻ്റെ റിലേ കൺട്രോൾ. അതായത് ഇതിനകത്ത് ചേഞ്ച് ഓവറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ റിലേ വെച്ചാണ്. 30 ആമ്പിയറിൻ്റെ റിലേയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും ഇതിൻ്റെ മോസ്ഫെറ്റ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും 6 മോസ്ഫെറ്റാണ് ഒരു സൈഡിൽ വരുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തം 12 മോസ്ഫെറ്റാണ് നമ്മുടെ ഈ ഇൻവെർട്ടറിൽ വരുന്നത്. അത് നമ്മുടെ 1200. നമുക്ക് ഇതിൻ്റെ കൺട്രോളും ICയും ഇതിനകത്തേക്കാണ് ഇതിൻ്റെ കൺട്രോൾ. അതിൻ്റെ ഓട്ടോ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഈ ICയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിനാണ് ട്രാൻസ്ഫോമർ വരുന്നത്. ഫുൾ കോപ്പർ, അതായത് പ്രൈമറിയും സെക്കൻഡറിയും ഇതിൻ്റെ ഫുൾ കോപ്പർ ബൈൻഡിങ്ങുള്ള ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ നമ്പർ കാണാം, LS1600C 12 വോൾട്ടിൽ കാറ്റഗറിയിലുള്ള നമ്മുടെ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ മോഡൽ ഇൻവെർട്ടറിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മോഡൽ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 1400 മോഡലിൻ്റെ ഉള്ളവശമാണ് നമ്മൾ ഇനി അടുത്ത് കാട്ടാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനകത്താണ് റിലേ കൺട്രോളർ, ഇതിനകത്താണ് ഇതിൻ്റെ കണക്ഷൻ ചേഞ്ചിങ് ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ ആയാലും മൊത്തം മോസ്ഫെറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും 3, 3, 6. അങ്ങനെ ഈ സൈഡിലും പാരലി കണക്ട് ചെയ്യുമ്പോൾ മൊത്തം 12 മോസ്ഫെറ്റാണ് നമ്മുടെ ഇൻവെർട്ടർ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ. ഇതിനകത്തും പ്രൈമറിയും സെക്കൻഡറിയും ഫുൾ കോപ്പറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. LS1400 12 വോൾട്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൻ്റെ ഉൾവശത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത മോഡലായ 1600 എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 1600 ഉൾവശം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 2 ഇൻവെർട്ടറിനൊക്കെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ എൻ്റെ മോസ്ഫെറ്റ് കാണാൻ പറ്റും. ഒരു സൈഡിൽ 4, 4, 8 അങ്ങനെ പാരലി കണക്ട് ചെയ്യുമ്പോൾ 16 മോസ്ഫെറ്റാണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത്. അതായത് 12 വോൾട്ട് കാറ്റഗറിയിലുള്ള ഏറ്റവും കൂടിയ മോഡലാണ് 1600 എന്ന് പറയുന്നത്. ഈ 16 മോസ്ഫെറ്റ് നമ്മൾ ഇതിനകത്ത് കൊടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹീറ്റ് കുറയ്ക്കാനാണ്. അതായത് നമ്മൾ ഇതിനകത്ത് ഹെവി ലോഡൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹീറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യാനാണ് ഈ മോസ്ഫെറ്റ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം കാണാൻ പറ്റും, ഇവിടെ മൊത്തം 8 മോസ്ഫെറ്റും ഇപ്പുറത്ത് 8, അതായത് പാരലിയാണ് നമ്മുടെ മോസ്ഫെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തം 16 മോസ്ഫെറ്റാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനാണ് ഇതിൻ്റെ റിലേ കൺട്രോൾ. അതായത് ഇതിനകത്ത് ചേഞ്ച് ഓവറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിനകത്താണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ICയിലാണ് ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവുന്നതും കട്ട് ഓഫ് ഒക്കെ ഇതിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട 2 ഇതിനൊക്കെ കുറച്ചുകൂടി വ്യത്യാസമാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. LS1600 മോഡൽ. അതെന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും ഫുൾ കോപ്പർ തന്നെയാണ് ഇതിനകത്തും വരുന്നിരിക്കുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടിയും ഹെവി ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മുടെ ഈ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ലോഡ് ടെസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് എത്ര വരെ ലോഡ് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഫിലമെൻറ്റ് ബൾബൊക്കെ വെച്ച് നമ്മളൊരു ലോഡ് ടെസ്റ്റിംഗ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 100 വാട്ട്സിൻ്റെ ബൾബാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും 100 വാട്ട്സിൻ്റെ മൊത്തം നമ്മൾ 10 ബൾബാണ് 100 വാട്ട്സിൻ്റെ ഇട്ടിരിക്കുന്നത്. ഈ 2 സെക്ഷൻ ഫുള്ള് 100 വാട്ട്സിൻ്റെ ബൾബാണ്. പിന്നെ അതിൻ്റെ അവിടെ അടിയിൽ 40 വാട്ട്സിൻ്റെ 2 ഫിലമെൻറ്റ് ബൾബാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. 1600C എന്ന് പറയുന്ന ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മുടെ കമ്പനി പറയുന്നത് 1600C എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ ഓവർലോഡ് വരുന്നത് 1150 വാട്ട്സാണ് ഇതിൻ്റെ ഓവർലോഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 500 വാട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ 3 ബൾബും പിന്നെ ഇതിപ്പോൾ എത്രയും നമുക്ക് അതിനകത്ത് കാണുന്നതെന്ന് നോക്കാം. ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മൊത്തം എത്രയും വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര ഡിസ്പ്ലേയിൽ കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ചാർജിങ് ഓഫ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 10.8 വോൾട്ട്. കാരണം നമ്മൾ ഇത്രയും ലോഡ് കണക്ട് ചെയ്തേക്കണാനാണ് അത്രയും വന്നിരിക്കുന്നത്. ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. അടിയിൽ ഇൻവെർട്ടറിൻ്റെ ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. UPS ഓൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഔട്ട്പുട്ട് 220 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 1109 വാട്ട്സാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് നമ്മുടെ ഇതിൻ്റെ ഔട്ടായിട്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ 100 വാട്ട്സിൻ്റെ ബൾബ് ഇട്ട് എന്തായാലും അത് ഓവർലോഡ് കാണിക്കും. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് അടിയിൽ വെച്ചിരിക്കണം 40 വാട്ട്സിൻ്റെ ബൾബ് കൂടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇപ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് 10.8 വോൾട്ടാണ് ബാറ്ററിയിൽ ഇരിക്കുന്നത്. ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും 220 വോൾട്ടാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഉണ്ടോ, ഇനി നമ്മൾ 40 വാട്ട്സിൻ്റെ ബൾബ് കൂടി ഇട്ടു. അപ്പോൾ നമുക്ക് ഏകദേശം 1147 ഉണ്ടോ, 1150 വാട്ട്സ് എത്തിപ്പിക്കാൻ നമ്മുടെ ഓവർലോഡ് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ കമ്പനി പറഞ്ഞ വാട്ട്സിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം നമുക്ക് 1150 വാട്ട്സ് വരെ നമുക്ക് 1600 എന്ന് പറയുന്ന ഈ മോഡലിൽ നമുക്ക് കൊടുക്കാൻ പറ്റും.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡിസ്പ്ലേ കാണാം 1400 LS എന്ന് പറയുന്ന ഇൻവെർട്ടറിലാണ് നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 1400 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 900-1000 വാട്ട്സൊക്കെയാണ് അതിൻ്റെ ഓവർലോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണക്ഷൻ ഇട്ടു, 500 വാട്ട്സ് ഇട്ടു, നമ്മൾ 5 മെട്ട് 800 വാട്ട്സ് ഇട്ടു. ഇനി നമ്മൾ അടുത്ത ഒരു 40-ൻ്റെ 2 ബൾബാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എത്ര ഇപ്പോൾ വന്നെ നോക്കാം. നമുക്കിപ്പോൾ ലോഡ് കാണാൻ പറ്റും 967 വാട്ട്സാണ് ഇപ്പോൾ നമുക്ക് ലോഡ് വർക്ക് ചെയ്യുന്നത് ഇത്രയും ബൾബ് ഇട്ടിട്ട്. ഇനി നമ്മൾ ഒരു 100 വാട്ട്സിന് വേണ്ടി ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഓവർലോഡ് കാണിക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ആ സമയം ഇടാൻ നമ്മുടെ ബാറ്ററി ചാർജ് തീർന്നു പോകും. മെയിൻ ചാർജിങ് ഓഫ്, അതായത് ഇപ്പോൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തിട്ടേക്കാണ്, അതിൻ്റെയാണ് മെയിൻ ചാർജിങ് ഓഫ്. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് ഇപ്പോൾ ബാറ്ററി വോൾട്ടേജ് 10.8 വോൾട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ഹെവി ലോഡിനകത്ത് കണക്ട് ചെയ്തേക്കണാനാണ്. ഇപ്പോൾ ഇൻവെർട്ടർ ഓണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തത് ഒരു 100 വാട്ട്സിന് കൂടി നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എത്ര വാട്ട്സാണ് കാണിക്കണേന്ന്. ഇപ്പോൾ ഔട്ട്പുട്ട് 214 ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 990 ഉണ്ടാവും. ഇപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ ഒരു 100 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടപ്പോഴേക്കും നമ്മുടെ അത് ഓവർലോഡ് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് 950 വാട്ട്സാണ് ഇതിൻ്റെ മാക്സിമം ഓവർലോഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹെവി ഒരു 1000 വാട്ട്സിൻ്റെ ഒരു അയൺ ബോക്സ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി 1400 VAയുടെ ഇൻവെർട്ടറിലേക്ക് ഒരു 1000 വാട്ട്സിൻ്റെ ഒരു അയൺ ബോക്സ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ വാട്ട്സ് നമുക്ക് ഉണ്ടോ 1000 വാട്ട്സ് 230 വോൾട്ട് AC സപ്ലൈ ഉണ്ടോ 1000 വാട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നേരെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തു. ഉണ്ട് നമ്മുടെ ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഔട്ട്പുട്ട് 967 വാട്ട്സ്, അതായത് 1000 വാട്ട്സിൻ്റെ അതിൽ ഏകദേശം 950 വാട്ട്സ് വരെ നമുക്ക് അതിന് ഇൻവെർട്ടറിൽ ഓടുന്നുണ്ട്. ഓവർലോഡൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഇതിന് വേണ്ടി നമുക്കിപ്പോൾ ഇത് കണ്ടോ നല്ല ഹീറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ അയൺ ബോക്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എല്ലാം ഓഫ് ചെയ്തിട്ട് അയൺ ബോക്സ് മാത്രമായിട്ട് നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് കുഴപ്പമൊന്നും വരില്ല. ഇപ്പോൾ ഓവർലോഡൊന്നും കാണിച്ചിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കരുത്. അതിൻ്റെ അകത്തുള്ള ഇത് ഹീറ്റായി നമ്മുടെ മോസ്ഫെറ്റൊക്കെ ഹീറ്റായി കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അയൺ ബോക്സ് നമുക്ക് 1000 വാട്ട്സിൻ്റെ നമുക്ക് സുഖമായിട്ട് അതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ 1400 എന്ന് പറയുന്നത് 1400 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഓവർലോഡ് എന്ന് പറയുന്നത് ഏകദേശം 950-955 വാട്ട്സൊക്കെയാണ് നമുക്ക് ഏകദേശം അതിൻ്റെ ഓവർലോഡായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ലോഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 1200C എന്ന് പറയുന്ന മോഡൽ ഇൻവെർട്ടറാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നമ്മളിതിപ്പോൾ 200 വാട്ട്സിൻ്റെ ബൾബാണ് അവിടെ ഫസ്റ്റ് ഇതിലിട്ടിരിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഇട്ടത് 100 വാട്ട്സിൻ്റെ ബൾബായിരുന്നു. അത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു 200 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് റോയിൽ നമുക്ക് ഫുള്ളും 600 വാട്ട്സും, സെക്കൻഡ് റോയിൽ നമ്മൾ സെയിം ഇത് തന്നെ 500 വാട്ട്സ് 100 വാട്ട്സിൻ്റെയാണ് എല്ലാ ബൾബും. അങ്ങനെ ആ 2 റോയും കൂട്ടുമ്പോൾ നമുക്ക് മൊത്തം 1100 വാട്ട്സാണ് നമ്മുടെ ആ 2 റോയിലും വരുന്നത്. പിന്നെ 40 വാട്ട്സിൻ്റെ 2 ബൾബ്, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കൂട്ടുമ്പോൾ 1180 വാട്ട്സാണ് നമ്മുടെ ഈ ബോർഡിൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിനി 1200C എന്ന് പറയുന്ന ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ പോണ്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റും ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് 221 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് AC സപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പോൾ ലോഡ് 0 VA എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ട്സ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വാട്ട്സ് കൊടുക്കും, അതായത് ഇവിടുന്ന് ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തിക്കുമ്പോൾ അവിടെ എത്ര വാട്ട്സ് കാണുന്നത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 600 വാട്ട്സാണ്. അപ്പോൾ നമ്മൾ 600 വാട്ട്സ് ബൾബാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മൊത്തം 5 ബൾബ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ എത്ര വാട്ട്സ് കാണിക്കണമെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ചാർജിങ് ഓഫ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്തിട്ടേക്കാണ്. ബാറ്ററിയുടെ വോൾട്ടേജ് 13.3 വോൾട്ടാണ്, 11.3 വോൾട്ടാണ് ബാറ്ററിയിലുള്ളത്. ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് കാണാം ഔട്ട്പുട്ട് 221 വോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ലോഡും കാണാൻ പറ്റും 608 VA, അതായത് ഇപ്പോൾ നമ്മൾ 600 വാട്ട്സ് കത്തിച്ചിട്ട് അതിനകത്ത് 608 VA എന്നാണ് നമ്മൾക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് മൊത്തം 750 വാട്ട്സാണ് അതിൻ്റെ ഓവർലോഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ 600 വാട്ട്സ് കത്തിച്ചിട്ട് അവിടെ 608 വാട്ട്സ് കൂടുതൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് ഇൻവെർട്ടർ ആയാലും ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് വരും. അതുകൊണ്ടാണ് അവിടെ ഒരു 100 വാട്ട്സ് കൂടുതൽ വന്നിരിക്കുന്നത്, അല്ല ഒരു 8 വാട്ട്സ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ഇപ്പോൾ 600 വാട്ട്സ് കത്തിച്ചിട്ടുണ്ട്. നമ്മളവിടെ ഒരു 100 വാട്ട്സിൻ്റെ ബൾബാണ് കത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൊത്തം 700 വാട്ട്സ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് VA നമുക്ക് എത്രയാണെന്ന് നോക്കാം. 732 VA ആണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ 32 VA എന്ന് പറയുന്നത് ചെറിയൊരു വേരിയേഷനാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 700 വാട്ട്സ് നമുക്കിപ്പോൾ നമ്മൾ റണ്ണിങ്ങിലാണ്, ഇപ്പോൾ നമ്മൾ ലോഡ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും മൊത്തം 700 വാട്ട്സ് നമ്മുടെ അവിടെ റണ്ണിങ് ആണ്. അപ്പോൾ നമ്മൾ അതിന് അടുത്ത് ചെയ്യാൻ പോകുന്നത് കമ്പനി പറഞ്ഞിരിക്കുന്നത് മൊത്തം 750 വാട്ട്സാണ് ഓവർലോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് ഒരു 100 വാട്ട്സിൻ്റെ ബൾബും കൊടുത്തതിന് ഓവർലോഡ് അടിക്കുമെന്നാണ് നോക്കാൻ പോകുന്നത്. എന്തായാലും 40 100 ഇട്ട് എന്തായാലും ഓവർലോഡ് അടിക്കും. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ 100 വാട്ട്സിൻ്റെ ബൾബ് കൂടി ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും ഇൻവെർട്ടർ ഓൺ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഔട്ട്പുട്ട് 221 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ഇനി അടുത്തത് നമ്മുടെ ഒരു 100 വാട്ട്സിൻ്റെ ബൾബ് കൂടി ഇട്ടു.
അപ്പോൾ കണ്ടോ 860 വാട്ട്സ് പെട്ടെന്നുണ്ടോ ഓവർലോഡ് അടിച്ചു നമ്മുടെ ഇൻവെർട്ടർ ഉണ്ടോ ഇപ്പോൾ ഓവർലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യാണ്, കാരണം നമ്മുടെ ഇൻവെർട്ടർ ഇപ്പോൾ അവിടെ ഓവർലോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി പറഞ്ഞ സെയിം വാട്ട്സ് തന്നെ, അതായത് 750 വാട്ട്സാണ് ഓവർലോഡ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 732 വെച്ചിട്ടും ഓവർലോഡ് അടിച്ചില്ല. പിന്നെ നമ്മളൊരു 100 വാട്ട്സിൻ്റെ ബൾബ് കൂടി ഇട്ടപ്പോൾ 800 വാട്ട്സിന് മേളിൽ 750 വാട്ട്സിന് മേളിലേക്ക് കയറി എന്തായാലും, അതുകൊണ്ട് ഓവർലോഡ് അടിച്ചു. അപ്പോൾ നമ്മുടെ LS1200 വിയുടെ ഇൻവെർട്ടറിൽ നമ്മുടെ ഓവർലോഡ് വരുന്നത് 750 വാട്ട്സാണ്. നമ്മുടെ മാക്സിമം നമുക്ക് അതിനകത്ത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ ഇൻവെർട്ടറിൽ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റിംഗ് ആണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ LS1200, 1400, 1600 ഈ 3 ഇൻവെർട്ടറിൻ്റെയും ടെസ്റ്റിംഗ്, ലോഡ് ടെസ്റ്റിംഗ്, അതിൻ്റെ ഡീറ്റെയിലും പിന്നെ അതിൻ്റെ അകത്തുള്ള ബൈൻഡിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് ഇതിൻ്റെ സർവീസാണ്. അപ്പോൾ ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് 2 വർഷമാണ് വാറണ്ടി. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൺ സൈറ്റ് വാറണ്ടി നമ്മുടെ കമ്പനി ആയി വരുന്നേ ഉള്ളൂ, ഓരോ സ്ഥലത്ത് വന്ന് സർവീസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെർട്ടർ എവിടെ നിന്നാണ് വാങ്ങിച്ചത് അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക, അവർ നമുക്ക് സർവീസ് ചെയ്ത് തരുന്നതാണ്. പിന്നെ വാറണ്ടി കഴിഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ടാണ് കംപ്ലയിൻറ്റ് വന്നെങ്കിൽ നമ്മൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് സർവീസ് ചെയ്ത് തരും. അങ്ങനെയാണ് അതിൻ്റെ സർവീസ് വരുന്നത്. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.